ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +1 സുവോളജി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ബ്രീത്തിങ്, മെക്കാനിസം ഓഫ് ബ്രീത്തിങ്, ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ആദ്യമായിട്ട് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മുടെ ലങ്സിൻ്റെ എയർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതിൻ്റെ കപ്പാസിറ്റി, അതേപോലെ തന്നെ അത് എത്രത്തോളം എയർ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും, അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ കാര്യങ്ങളെ പറ്റി പറയുന്നതാണ് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. അതിൽ ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, റെസിഡുവൽ വോളിയം, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്നിങ്ങനെ അതിൻ്റെ ഷോർട്ട് ഫോം കൂടി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പരീക്ഷകൾ ചോദിക്കാറുണ്ട്, അതിൻ്റെ ഷോർട്ട് ഫോം തന്നിട്ട് എങ്ങനെയാണ്, എത്രയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ആ കാര്യത്തിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ആദ്യമായിട്ട് നോക്കുക, ടൈഡൽ വോളിയം. വാട്ട് ഈസ് ടൈഡൽ വോളിയം ഓർ ടി വി? ഇറ്റ്സ് എ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. നമ്മുടെ നോർമൽ ബ്രീത്തിങ് സമയത്ത് എത്ര എയർ ആണ് അകത്തേക്ക് എടുക്കുന്നത്, ഇൻസ്പയർ ചെയ്തത്, ഓർ എക്സ്പയർഡ്, എനി വൺ ആണ്. നോർമലി ബ്രീത്തിങ് സമയത്ത് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന എയറിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന എയറിൻ്റെ എമൗണ്ട്, അതാണ് ടൈഡൽ വോളിയം ഓർ ടി വി. ഇറ്റ്സ് അബൌട്ട് 500 ml. ഒരു ഇൻസ്പിരേഷൻ സമയത്ത് എടുക്കുന്ന എയർ അല്ലെങ്കിൽ എക്സ്പിരേഷൻ സമയത്ത് റിലീസ് ചെയ്യുന്ന എയർ. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് ടൈഡൽ വോളിയം. ഇറ്റ് ഈസ് അബൌട്ട് 500 ml. അതായത് ഒരു ബ്രീത്തിങ് സമയത്ത് അത്രയായിരിക്കും അതിൻ്റെ കണക്ക്. ഒരു ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ കഴിയുമ്പോൾ ആ ഒരു റേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മൾ ടൈഡൽ വോളിയം. അപ്പോൾ ടി വി എന്താണെന്ന് പഠിക്കണം, പ്ലസ് അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് പഠിക്കണം. ഓക്കെ, 2, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം ഒരു IRV, അഡീഷണൽ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. നമ്മളൊരു നോർമൽ ബ്രീത്തിങ് സമയത്ത് എത്രയാണ് പറഞ്ഞത്? 500 ml. നമ്മളിപ്പോൾ മാക്സിമം അകത്തേക്ക് നമുക്ക് ഇൻസ്പയർ ചെയ്യുന്നെങ്കിൽ എത്ര ചെയ്യാം? അറൗണ്ട് 2500 to 3000 ml, അറൗണ്ട് 3 liters എയർ നമുക്ക് അകത്തേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഹേൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് IRV ഓർ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ പഠിക്കുക, ആൻഡ് ഇറ്റ്സ് എമൗണ്ട് ഓർ വോളിയം എത്രയാണ്? 2500 to 3000 ml. ഇത് 3, എക്സ്പിരേറ്ററി റിസർവ് വോളിയം ഓർ ERV. നമ്മൾ IRV പഠിച്ച പോലെ തന്നെയാണ്. എന്തായിരിക്കും ഇത്? അത് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ ആയിരുന്നു. ഇത് അഡീഷണൽ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ എക്സ്പയർ ബൈ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോൾ മാക്സിമം 3000 ml വരെ എടുക്കാൻ പറ്റും, പക്ഷേ പുറത്തേക്ക് വിടുമ്പോൾ അത്രയും ഉണ്ടാവില്ല. മാക്സിമം എത്രയാണ്? 1000 to 1100 ml ആണ് പുറത്ത് വിടാൻ പറ്റുന്ന മാക്സിമം എയർ എന്ന് പറയുന്നത്. അതാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇനി റെസിഡുവൽ വോളിയം. എന്താണ് റെസിഡുവൽ വോളിയം? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ 1100 പറഞ്ഞില്ലേ, ERV. അത് കഴിഞ്ഞാലും ലങ്സിൽ കുറച്ച് എയർ ബാക്കിയാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലങ്സിനകത്ത് ഏതുണ്ട്? ആൽവിയോളി എന്ന് പറയുന്ന എയർ സാക്സ് ഉണ്ട്. ആ എയർ സാക്സ് എങ്ങനെ ഉണ്ടാവും? കംപ്ലീറ്റ്ലി എന്തില്ല, എംറ്റി ആവില്ല, അതിനകത്ത് കുറച്ച് എയർ ബാക്കി ഉണ്ടാവും. അങ്ങനെ മില്യൺസ് ഓഫ് എയർ ആൽവിയോളയ്ക്കകത്ത് ബാക്കിയാവുന്ന എയറിൻ്റെ എമൗണ്ട് ആണ് RV ഓർ റെസിഡുവൽ വോളിയം. ഇറ്റ് ഈസ് അബൌട്ട് 1100 to 1200 ml. ഇത്രയും നമ്മൾ വോളിയംസാണ് പഠിച്ചത്. ബാക്കിയാവുന്ന എയർ. ഇനി ഇതിൻ്റെ കപ്പാസിറ്റിയാണ് പറയുന്നത്. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി, ടോട്ടൽ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ഒരു നോർമൽ എക്സ്പിരേഷന് ശേഷം അകത്തേക്ക് എടുക്കുന്ന എയർ എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV. TV മീൻസ് ടൈഡൽ വോളിയം 500. IRV എത്രയായിരുന്നു? 2500 to 3000 ml. അതിൻ്റെ കൂടെ 500 കൂടി TV പ്ലസ് IRV ആണ് IC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 3000 to 3500 ml. സോ വോളിയംസ് ആഡ് ചെയ്യുന്ന കപ്പാസിറ്റീസ് കിട്ടും. ഓക്കെ, അതേപോലെ EC, എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്തായിരിക്കും? ടോട്ടൽ വോളിയം ഓഫ് എയർ എക്സ്പയർഡ് ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ നോർമൽ ഇൻസ്പിരേഷൻ. അതായത് TV പ്ലസ് IRV ആണെങ്കിൽ IC, TV പ്ലസ് ERV ആണെങ്കിൽ 1500 to 1600. എമൗണ്ട് എങ്ങനെയായിരുന്നു? 500 പ്ലസ് 1000 ഓർ 500 പ്ലസ് 1100. IRVയും TVയും നോക്കിയാൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടും. അതാണ്
ഈ സി എന്ന് പറയുന്നത്. പിന്നെ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. വാട്ട് ഈസ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ഒരു നോർമൽ എക്സ്പിരേഷൻ സമയത്ത് എത്രയാണ് ബാക്കിയാവുന്നത്? ഇ ആർ വി ഉണ്ട് പ്ലസ് റെസിഡ്യൂവൽ വോളിയം ഉണ്ട്. ഇ ആർ വിയുടെയും ആർ വിയുടെയും വാല്യൂസ് ആഡ് ചെയ്ത് എത്ര കിട്ടും? അറൗണ്ട് 2100 ml ടു 2300 ml ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ, വൈറ്റൽ കപ്പാസിറ്റി. വാട്ട് ഈസ് വൈറ്റൽ കപ്പാസിറ്റി? വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. കംപ്ലീറ്റ് എയർ പുറത്തേക്ക് വിടുക, മാക്സിമം നമ്മൾ എക്സ്പയർ ചെയ്യുക, ദെൻ മാക്സിമം ഇൻസ്പയർ ചെയ്യുക. ഓക്കെ. വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. അല്ലെങ്കിൽ എന്ത് പറയാം? വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഈ പോലീസ് ട്രെയിനിങ് അല്ലെങ്കിൽ ആർമി ക്യാമ്പിലേക്കെല്ലാം എടുക്കുമ്പോൾ നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി, ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ നോക്കാറില്ലേ? അതാണ് വൈറ്റൽ കപ്പാസിറ്റി. മാക്സിമം ചെസ്റ്റ് കപ്പാസിറ്റി വേണമെന്നാണ് പറയുന്നത്. ഓക്കെ. നോർമലി എത്ര വേണത്? 3500 ടു 4500 ml എല്ലാം കൂട്ടി. അതൊക്കെയാണ് കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇ ആർ വി പ്ലസ് ഐ ആർ വി പ്ലസ് ടി വി എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തു. അതായത് ടൈഡൽ വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം ആൻഡ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം ടുഗദർ കോൾഡ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ മാക്സിമം എത്ര ഉണ്ടാവും? അറൗണ്ട് 3.5 ടു 4.5 ലിറ്റർ കപ്പാസിറ്റിയാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന വൈറ്റൽ കപ്പാസിറ്റി മോർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോലീസ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആർമി റിക്രൂട്ട്മെൻറ്റ് സമയത്തൊക്കെ ചെസ്റ്റ് എക്സ്പാൻഷൻ സൈസ് എടുക്കാറുണ്ട്. അത് ഈ വൈറ്റൽ കപ്പാസിറ്റിയാണ്. മാക്സിമം എയർ അകത്തേക്ക് എടുത്തിട്ടാണ് അത് നോക്കാറുള്ളത്. ഓക്കെ. അതാണ് വൈറ്റൽ കപ്പാസിറ്റി. പരീക്ഷയ്ക്ക് ഇത്രയും ഫീൽഡിൽ നിന്ന് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റിയും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്ന് ടൈഡൽ വോളിയം, മറ്റൊന്ന് വൈറ്റൽ കപ്പാസിറ്റിയാണ്. സോ വൈറ്റൽ കപ്പാസിറ്റി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ടൈഡൽ വോളിയം ചോദിക്കാറുണ്ട്. ഈ രണ്ട് കാര്യം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ രണ്ട് കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ. ആ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇനി എല്ലാം കൂടിയിട്ടുള്ള അവസാനത്തതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ വോളിയം ഓഫ് എയർ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ മാക്സിമം ഇൻസ്പിരേഷൻ. ആർ വി പ്ലസ് ഇ ആർ വി പ്ലസ് ടി വി പ്ലസ് ഐ ആർ വി. ഓക്കെ. നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചു എന്താണ്? ഇ ആർ വി പ്ലസ് ടി വി പ്ലസ് ഐ ആർ വി ഇസ് ഈക്വൽ ടു വൈറ്റൽ കപ്പാസിറ്റി. അതിൻ്റെ കൂടെ റെസിഡ്യൂവൽ വോളിയം കൂടി കൂട്ടുന്നു. അതാണ് ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. ആർ വി പ്ലസ് ഇ ആർ വി പ്ലസ് ടി വി പ്ലസ് ഐ ആർ വി, ഓർ നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യൂവൽ വോളിയം ഇസ് ഈക്വൽ ടു അറൗണ്ട് 5000 ടു 6000 ml. അതായത് 5 to 6 ലിറ്റർ മാക്സിമം വരുന്നതാണ്. ടി എൽ സി ആണ്, ടോട്ടൽ ലങ് കപ്പാസിറ്റി ആണ്. ഓക്കെ. അതാണ് ഇതിൻ്റെ റെസ്പിറേറ്ററി വോളിയംസും കപ്പാസിറ്റീസിലും പഠിക്കുന്നത്. പാർട്ട് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം നോസ്ട്രിൽ ടു ടെർമിനൽ ബ്രോങ്കൈ നോട്ട് ഇൻവോൾവ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച് കോൾഡ് ഡെഡ് സ്പേസ്. നമ്മുടെ ലങ്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഡയഗ്രാം വരച്ചു. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം നോസ്ട്രിൽ, നേസൽ കനാൽ, ഇന്റേണൽ നോസ്ട്രിൽസ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ദെൻ ആൽവിയോളി. ശരിക്കും ബ്രോങ്കൈ കഴിഞ്ഞിട്ടാണ് ആൽവിയോൾസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ശരിക്കും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന എവിടെയാണ്? ഇൻസൈഡ് ദ ലങ്സ്. അപ്പോൾ ലങ്സിന് പുറത്തുള്ള ദ റീജിയൻ ഔട്ട്സൈഡ് ദ ലങ്സ് ഏതൊക്കെയാണ്? ദ റീജിയൺ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഔട്ട്സൈഡ് ദ ലങ്സ് ഏതൊക്കെയാണ്? ഫ്രം നോസ്ട്രിൽ ടു ബ്രോങ്കൈ. ആ റീജിയൻസിൽ എന്താവുന്നില്ല? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ഡെഡ് സ്പേസ്. ഡെഡ് എയർ വോളിയം ഈസ് അബൌട്ട് 150 ml ഓർ 150 ml. അപ്പോൾ ഡെഡ് സ്പേസ് എന്നൊരു സംഭവം കൂടി നമ്മുടെ ലങ്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട കേസാണ്. റെസ്പിറേറ്ററി സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു ഇൻസ്പിരേഷനും ഒരു എക്സ്പിരേഷനും കൂടിയാണ് റെസ്പിറേറ്ററി സൈക്കിൾ എന്ന് പറയുന്നത്. നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് 12 to 16 times per minute. ഹാർട്ട് ബീറ്റുമായിട്ട് കമ്പയർ ആവരുത്. ഹാർട്ട് ബീറ്റ് ഇറ്റ് ഇസ് അബൌട്ട് 72 beat per minute ആണ്. ബ്രീത്തിങ് റേറ്റ് സ്ലോ ആണ്. ഒരു ഇൻസ്പിരേഷൻ പ്ലസ് ഒരു എക്സ്പിരേഷൻ കൂടിയാണ് 1 റെസ്പിറേഷൻ ബ്രീത്തിങ് എന്ന് പറയുന്നത്. അത് പെർ മിനിറ്റ് എത്രയായിരിക്കും? അറൗണ്ട് 12 to 16 ആയിരിക്കും. ഈ റെസ്പിറേറ്ററി റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പൈറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ. യെസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് എന്താണ്?
ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് റെസ്പിറേറ്ററി വോളിയംസും കപ്പാസിറ്റീസും ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ എന്തൊക്കെ ഇതുവരെ പഠിച്ചു? നമ്മൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിച്ചു. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസവും ലങ്സിൻ്റെ വോളിയംസും കപ്പാസിറ്റീസും പഠിച്ചു. ഇനിയാണ് നമ്മൾ ശരിക്ക് ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. ടോപ്പിക്ക് മീൻസ് നമ്മുടെ ചാപ്റ്റർ എന്തായിരുന്നു? ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ആണ്. ഇനി എങ്ങനെയാണ് ആൽവിയോളസ്, ഡയഗ്രത്തിൽ കാണുന്നുണ്ടാവും സ്ക്രീനിൽ, എന്താണ് ആൽവിയോളയാണത്. ബ്രോങ്കസിൻ്റെ എൻഡ് ആൽവിയോളസിനകത്ത് എന്ത് വേണം? ഗ്യാസ് എക്സ്ചേഞ്ച്. ഏതൊക്കെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് നമ്മുടെ ബോഡിക്കകത്ത്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. എങ്ങനെയാണ് ആ പ്രോസസ്സ് നമുക്കിനി നോക്കാം. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ബിറ്റ്വീൻ ആൽവിയോളി ആൻഡ് ബ്ലഡ്, അല്ലേ? ഓക്സിജൻ എവിടെയുള്ളത്? നമ്മൾ ബ്രീത്ത് ചെയ്താൽ ആൽവിയോളസിനകത്ത് നിന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് പോകണം, ബ്ലഡിലേക്ക് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ബ്ലഡിലൂടെ പോയാൽ പിന്നെ അവിടത്തേക്ക് ഓക്സിജൻ കൊടുക്കണം, ടിഷ്യൂസിലേക്ക് കൊടുക്കണ്ടേ? വേണം. അപ്പോൾ ബ്ലഡിലേക്കും പിന്നെയോ ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്കും, ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്കും. അതുകൊണ്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? അപ്പം ആൽവിയോളി ആൻഡ് ബ്ലഡ് ഉണ്ട്, ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ഉണ്ട്. ആൽവിയോളി ആർ ദി പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ എക്സ്ചേഞ്ച്ഡ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. അപ്പോൾ ആൽവിയോളയാണ് എന്ത്? ഗ്യാസ് എക്സ്ചേഞ്ച് സൈറ്റ് പറയുന്നത്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഗ്യാസ് ആയിട്ട് പറയുന്നത്. ഈ ഗ്യാസ് എക്സ്ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെമ്പറൈൻ്റെ അപ്പുറം ഇപ്പുറം ഈക്വൽ ആണെങ്കിൽ, നിങ്ങൾ ബോട്ടണിയിലൊക്കെ പഠിക്കും, നിങ്ങൾ ഡിഫ്യൂഷൻ ഓസ്മോസ് ഒക്കെ പഠിച്ചാണ് ചെറിയ ക്ലാസ്സുകളിൽ. ആൽവിയോളസിലും ബ്ലഡ് വെസലിലും ഈക്വൽ എമൗണ്ട് ഓക്സിജൻ ആണെങ്കിൽ ഡിഫ്യൂസ് ചെയ്യുമോ? ഇല്ല. എന്ത് വേണം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വേണം. എന്താണ് ഡിഫ്യൂഷൻ ഓർ ഓസ്മോസിസ്? ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതായിരിക്കുമല്ലോ. ദ ട്രാൻസ്ഫർ, ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൺ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഒരു സ്ഥലത്ത് കൂടുതലും മറ്റൊരു സ്ഥലത്ത് കുറവുണ്ടെങ്കിൽ എന്താവുകയുള്ളൂ? ഡിഫ്യൂഷൻ നടക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കണം. ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. രണ്ട്, സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ്. ഈ ഗ്യാസ് എങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള ബ്ലഡിൽ സൊല്യൂബിൾ ആവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. പിന്നെ മെംബ്രെയിൻ്റെ തിക്നെസ് ലെസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈസിലി ഡിഫ്യൂസ് ചെയ്യും. ഇനി മെംബ്രെയിൻ തിക്നെസ് നല്ല ഹാർഡ് ആണെങ്കിലോ തിക്കാണെങ്കിലോ ഡിഫ്യൂഷൻ റേറ്റ് കുറയും. അതേപോലെ തന്നെ സർഫേസ് ഏരിയ ഓഫ് റെസ്പിറേറ്ററി മെംബ്രെയിൻ, ലങ്സിനകത്തുള്ള സർഫേസ് ഏരിയ കൂടി നോക്കണം. മാക്സിമം സർഫേസ് ഏരിയ ഉണ്ടെങ്കിൽ മാക്സിമം ഡിഫ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ അത് കുറയും. അതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ മെക്കാനിസം നോക്കുക? ആദ്യം എന്താണ് പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ദ ഇൻഡിവിജ്വൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ എ ഗ്യാസ് മിക്സർ ഈസ് കോൾഡ് പാർഷ്യൽ പ്രഷർ. നമ്മളിപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന എയറിൽ എന്തൊക്കെ ഉണ്ടാവും? ഡിഫറെൻറ്റ് ഗ്യാസ് ഉണ്ടാവില്ലേ? അതൊരു പെർട്ടിക്കുലർ ഗ്യാസിൻ്റെ പ്രഷറാണെന്ത്? പാർഷ്യൽ പ്രഷർ എന്ന് പറയും. ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഈ ചാപ്റ്ററിൽ. ദ ഇൻഡിവിജ്വൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഈസ് കോൾഡ് ഡാഷ് പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ എങ്ങനെ എഴുതുന്നത്? സെക്കൻഡ് പോയിന്റ് നോക്കിയേ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മീൻസ് PO2 ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡോ PCO2. എത്രയാണ് അതിൻ്റെ എമൗണ്ട് നോക്കിയത് നിങ്ങളൊന്ന്? ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഫീൽഡാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പ്രഷർ എത്രയാണ്? എവിടെയാണ്? അറ്റ്മോസ്ഫിയറിക് എയറിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് ഓക്സിജൻ. അറ്റ്മോസ്ഫിയറിക് എയറിൽ CO2 ലെസ് ആണ്. ആൽവിയോളയാണെങ്കിലോ അറ്റ്മോസ്ഫിയറിക് എയറിൽ 159 mm of Hg ആണ്. അത് മീൻസ് അത്രയാണ് പ്രഷർ ഓക്സിജൻ്റെ. ബട്ട് കാർബൺ ഡൈ ഓക്സൈഡ് 0.3 മാത്രമേ ഉള്ളൂ. ആൽവിയോളസിനകത്തോ 104 ആണ് ഓക്സിജൻ്റെ പ്രഷർ, 40 മാത്രമാണ് എവിടെയുള്ളത്? ആൽവിയോളസിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അറ്റ്മോസ്ഫിയറിക് എയറിൽ കൂടുതലുള്ളത് എന്താണ്? ഓക്സിജൻ. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ആൽവിയോളസിനകത്തും ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ, 40 ലെസ് ആണ് CO2. ഇനി ഡിയോക്സൈഡഡ് ബ്ലഡ്, അതായത് തിരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? PO2 ഈസ് ഓൺലി 40 ആൻഡ് PCO2 ഈസ് 45. അവിടെ മാത്രം എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് മോർ കമ്പയർഡ് ടു ഓക്സിജൻ. ആൻഡ് ഓക്സിജൻ ബ്ലഡിലോ നമ്മുടെ ആൽവിയോളസിൽ നിന്ന് പിന്നെ പോകുന്ന ബ്ലഡിൽ 95 mm ഓക്സിജൻ ആൻഡ് 40
കാർബൺ ഡൈ ഓക്സൈഡ്. ടിഷ്യൂസ് എന്ന് പറയുന്നത് ഡിയോക്സൈഡ് ബ്ലഡ് പോലെ തന്നെയാണ്, 40 ഓക്സിജൻ 45 കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഒരു കണക്ക് നമ്മൾ ഓർമ്മ വേണം. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. ഗ്യാസസ് ഓൾവേസ് മൂവ് ഫ്രം എ റീജിയൺ ഓഫ് ഹയർ പാർഷ്യൽ പ്രഷർ ടു ലോവർ. സോ അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജൻ കൂടുതൽ, കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്. ഇപ്പോൾ ആൽവിയോൾസ് നോക്കിയേ, ഓക്സിജൻ ഈസ് മോർ കമ്പയർഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എന്ത് ചെയ്യും, ഡിഫ്യൂസസ് ഫ്രം ആൽവിയോളി ടു ബ്ലഡ് വെസൽസ്, അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ ഒരു കണക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോളുക ഈ ടോപ്പിക്ക്. എത്രയാണ് ഇതിൻ്റെ പാർഷ്യൽ പ്രഷർ എന്നുള്ളത് ടോപ്പിക്കാണത്. PO2 ഇൻ ആൽവിയോളി ഈസ് മോർ. ആ പോയിന്റ് ശ്രദ്ധിക്കുക. PO2 ഇൻ ആൽവിയോളി ഈസ് മോർ ദാൻ ദാറ്റ് ഇൻ ദ ബ്ലഡ് കാപ്പിലറീസ്. ബ്ലഡ് കാപ്പിലറീസിൽ ഓക്സിജൻ എത്രയേ ഉള്ളൂ, 40 മാത്രമേ ഉള്ളൂ. ബട്ട് ആൽവിയോളയിൽ മോർ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജൻ ഡിഫ്യൂസസ് ഇൻ ടു കാപ്പിലറി ബ്ലഡ്. ഓക്സിജൻ ഡിഫ്യൂസസ് ഫ്രം ആൽവിയോളി ടു ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയാമല്ലോ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഡിയോക്സിൻ ബ്ലഡ് ഈസ് 45 ആൻഡ് ആൽവിയോളസിലോ CO2 40 മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്യും, മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ ആകുമ്പോൾ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ഫ്രം ബ്ലഡ് വെസൽ ടു ആൽവിയോളസ്. സോ CO2 ഡിഫ്യൂസസ് ടു ആൽവിയോളി. ആ രണ്ട് പോയിന്റ് പറയാനാണ് തൊട്ട് മുമ്പിൽ ആ ഒരു ടേബിൾ പറഞ്ഞത്. ഓക്കെ, രണ്ട് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ്. എന്താണ് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ്? Solubility of carbon dioxide is 20 to 25 times higher than that of oxygen. So, amount of CO2 that can diffuse through diffusion membrane per unit difference is in partial pressure is much higher than oxygen. അതായത് സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് ഓക്സിജനേക്കാളും കൂടുതലായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് ആ സൊല്യൂബിലിറ്റിയെ കൂടി ഇത് ഡിപ്പെൻഡ് ചെയ്യും. തേർഡ്, തിക്നെസ് ഓഫ് ദി മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞിരുന്നു മെംബ്രെയിൻ വളരെ തിക്കാണെന്ന് സംഭവിക്കും, ഡിഫ്യൂഷൻ റേറ്റ് കുറയും. Diffusion membrane is made up of 3 layers. Outermost squamous epithelium of alveoli, second endothelium of alveolar capillary, third basement membrane. അതായത് മിഡിൽ ബേസ്മെന്റ് മെംബ്രെയിൻ. ഡയഗ്രാം നോക്കിയേ, സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് ഫസ്റ്റ് ഉള്ളത്. ഏറ്റവും ഔട്ടർമോസ്റ്റ് ഇതാണ് എൻഡോത്തീലിയം. രണ്ടിൻ്റെയും മിഡിലുള്ള ഒരു യെല്ലോ ആണ് ഭാഗം, അതാണ് ബേസ്മെന്റ് മെംബ്രെയിൻ. അപ്പോൾ ഡിഫ്യൂഷൻ മെംബ്രെയിനിന് 3 ലെയേഴ്സ് ഉണ്ട്. എക്സാമിന് കഴിഞ്ഞ പരീക്ഷകൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ വർഷം വരെ ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഏതൊക്കെ എന്ന് ചോദ്യം ഉണ്ട്. ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് സ്ക്വാമസ് എപ്പിത്തീലിയം, മിഡിൽ എൻഡോത്തീലിയം. സോ ഔട്ടർ എപ്പിത്തീലിയം, ഇന്നർ എൻഡോത്തീലിയം ആൻഡ് മിഡിൽ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഓർ ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ആ മൂന്നാമത്തെ ലെയർ. ഓക്കെ, അതുകൂടി ഓർമ്മ വേണം. ഇനി ഫോർത്ത് എന്താണ്, സർഫേസ് ഏരിയ ഓഫ് റെസ്പിറേറ്ററി മെംബ്രെയിൻ. ഇപ്പോഴത്തെ സർഫേസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഗ്യാസ് എക്സ്ചേഞ്ചും കൂടും. ദ സർഫേസ് ഏരിയ ഓഫ് എ ഹ്യൂമൻ ലങ് ഈസ് ഈക്വൽ ടു എ ടെന്നീസ് കോർട്ട്. ടെന്നീസ് കോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞതേ ഉള്ളൂ. ടെന്നീസ് കോർട്ട് നേരിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാത്തൊരു കളിയാണ്. ബാഡ്മിൻ്റൺ പോലെ ബോൾ ഉപയോഗിച്ച് ചെയ്യുന്ന, ബാഡ്മിൻ്റൺ പോലെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ചും കൂടി സിമിലാരിറ്റി വേണമെങ്കിൽ തോന്നിപ്പിക്കാം. കോർട്ടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം. അങ്ങനെയുള്ളൊരു കളിയാണ് ടെന്നീസ് എന്ന് പറയുന്നത്. ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടെന്നീസ് കളിക്കാരൊക്കെ നിങ്ങൾക്കറിയാം. ഈ ടെന്നീസ് എന്ന് പറയുന്ന കോർട്ടിൻ്റെ സൈസ് നോക്കിയാൽ നിങ്ങളൊന്ന്, വലിയ ഇതല്ലേ, സൈസ് അല്ലേ? ആ ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും സൈസ് വരും നമ്മുടെ ഓരോരുത്തരുടെയും ലങ്സിനകത്തുള്ള ആൽവിയോളസുകളുടെയൊക്കെ സർഫേസ് ഏരിയ നോക്കിയാൽ. നോർമലി ലങ്സിൻ്റെ സൈസ് നോക്കി നമ്മുടെ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച പോലെ ഉണ്ടാവുള്ളൂ അല്ലെ? നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിക്കകത്തുള്ള ലങ്സിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ വളരെ കുറവാണ്. പക്ഷേ അതെങ്ങനെയാണെങ്കിൽ ഓരോ ആൽവിയോളസിൻ്റെയും സർഫേസ് ഏരിയ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രയുണ്ട്, ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും സൈസ് ഉണ്ട്. ദ സർഫേസ് ഏരിയ ഓഫ് ദ ഹ്യൂമൻ ലങ് ഈസ് ഈക്വൽ ടു എ ടെന്നീസ് കോർട്ട്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് ആൽവിയോളെ ഇൻക്രീസസ് സർഫേസ് ഏരിയ ഓഫ് ലങ്സ്, ഇറ്റ് ഇൻക്രീസസ് ദി ഗ്യാസ് എക്സ്ചേഞ്ച്. സോ ആൽവിയോളെ എവിടെയുണ്ട്, ഇൻസൈഡ് ദ ലങ്സ് ഉണ്ട്. ഇറ്റ് ഇൻക്രീസസ് ദി ഗ്യാസ് എക്സ്ചേഞ്ച്. ഇത്രയുമാണ് ഗ്യാസ് എക്സ്ചേഞ്ചിനെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് റെസ്പിറേറ്ററി വോളിയൂംസും കപ്പാസിറ്റീസും പ്ലസ് ഗ്യാസ് എക്സ്ചേഞ്ചുമാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള എന്താണ്, ഗ്യാസ് ട്രാൻസ്പോർട്ട്. അപ്പോൾ കാര്യം മനസ്സിലാവണം, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചു കൃത്യമായിട്ട്, ഗ്യാസ് എക്സ്ചേഞ്ച് പഠിച്ചു. അതായത് ഓക്സിജൻ എവിടത്തേക്ക് എത്തി, ബ്രീത്ത് ചെയ്തു, ലങ്സിൽ നിന്ന് ഓക്സിജൻ എങ്ങോട്ട് എത്തണം, ടിഷ്യൂസിലേക്ക് എത്തണം,
അതേപോലെ ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്ക് എത്തണം. അതിൻ്റെ മെക്കാനിസം എന്താണ്, ഏതൊക്കെ മെക്കാനിസം വഴിയാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.